ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മൾ മൈക്രോവേവിൽ പൊട്ടറ്റോ അല്ലേ ചെയ്തേ. അപ്പോൾ ഞാൻ പപ്പടത്തിൻ്റെ കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നമുക്കിതൊന്ന് പപ്പടം ചെയ്ത് നോക്കിയാലോ. ഇതെല്ലാവർക്കും അറിയാമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷേ അറിയില്ലാത്തവരും ഉണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അറിഞ്ഞു. അതുകൊണ്ടാട്ടോ ഈ വീഡിയോ ചെയ്യണേ. ഇപ്പോൾ ഞാനൊരു 4 പപ്പടം എടുത്തിട്ടുണ്ട്. നമുക്കൊരു 40 സെക്കൻഡ് മൈക്രോവേവിൽ വെക്കാവേ. 40 സെക്കൻഡ് കൊണ്ട് നമുക്കൊരു 5-8 പപ്പടമൊക്കെ വെക്കാം കേട്ടോ, സമയം കൊണ്ട്. അപ്പം ഇപ്പം എന്താ, കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ കൂടുതലും പപ്പടം കൂട്ടിയും പിന്നെ ഇതാ മുട്ട കൂട്ടിയൊക്കെ ആയിരിക്കുമല്ലോ ചോറിനണേ. അപ്പോൾ കൂടുതലും നമ്മൾ ഓയിലിൽ വറുത്തെടുക്കണേക്കാളും നല്ലത് മൈക്രോവേവുള്ളവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഒട്ടും ഓയിലും ഇല്ല, കുഴപ്പമില്ലാണ്ട് പിള്ളേർക്ക് കഴിക്കാമല്ലോ. ഓയിൽ ഒരുപാട് ചെല്ലല്ലോ ലോകത്തേക്ക്. പിന്നെ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓയിലിലാണ് പപ്പടം ഉണ്ടാക്കണമെങ്കിൽ നമുക്കത് തുറന്ന് വെച്ചാൽ കുറച്ച് കഴിയുമ്പോൾ തണുത്ത് പോകും. എന്നാൽ ഇതാ ഒരു പ്രശ്നമില്ല കേട്ടോ. പപ്പടിക്ക് ഒരു സെറ്റപ്പിൽ നമുക്ക് ഈവനിങ് വരെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. നമ്മൾ വേറൊരു പാത്രത്തിൽ അടച്ച് വെക്കാണ്ട് തന്നെ. ഇപ്പോൾ തന്നെ പപ്പടം 40 സെക്കൻഡ് കൊണ്ടായിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. 30 സെക്കൻഡ് വെച്ചാലും മതി. 40 സെക്കൻഡ് ആകുമ്പോൾ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി ഈ ഒരു കളറിലൊക്കെ വരും. കണ്ട് നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പപ്പടത്തിൻ്റെ ആളിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. കഴിക്കാൻ കൊടുത്തു. എന്താ പറയണേ നോക്കട്ടെ. സൂപ്പർ, അടിപൊളി പറഞ്ഞിട്ടുണ്ട്. അടിപൊളിയാ. കണ്ടില്ലേ, നമ്മൾ എണ്ണയിൽ ചെയ്യുന്ന പോലെ തന്നെ നല്ല സെറ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ബൈ.